നമസ്കാരം. ഒരു മനുഷ്യൻ ഒരു സ്വർണ്ണക്കടയിലേക്ക് കയറി ചെല്ലുന്നു. അയാൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിയ മാലകൾ അതെല്ലാം പറിച്ചെടുത്ത് അയാൾ അതിവേഗം ഇറങ്ങി ഓടി. വളരെ പെട്ടെന്ന് തന്നെ പിന്നാലെ എത്തി സെക്യൂരിറ്റി ഗാർഡ് അയാളെ പിടികൂടുന്നു. പോലീസ് എത്തി ചോദ്യം ചെയ്യുന്നു. ഈ പട്ടാപ്പകൽ താൻ ഇങ്ങനെ ഒരു വിഡ്ഢിത്തത്തിന് മുതിർന്നത് എന്താണ്? ഇത്രയധികം ആളുകൾ ഈ കടയിൽ നിൽക്കുന്നത് പോലും താൻ കണ്ടില്ലേ? പിടിക്കപ്പെട്ടവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ സ്വർണത്തിന് വേണ്ടിയാണ് വന്നത്, അതിനാൽ അത് മാത്രമേ എൻ്റെ കണ്ണിൽ പെട്ടുള്ളൂ, മറ്റാരെയും ഞാൻ കണ്ടതേയില്ല. ശരിക്കും കേട്ടാൽ ഒരു പൊട്ടക്കഥ മാതിരി ഉണ്ടെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു പ്രശ്നം ഇതിലുണ്ടെന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. We are also blinded by gold or by wealth or by possessions or in short by our materialism. സത്യത്തിൽ ഇങ്ങനെ പലതും വല്ലാതെ മോഹിച്ച് ഓടി തീർക്കുമ്പോൾ നാം അറിഞ്ഞും അറിയാതെയും കാണാതെ പോകുന്ന ചിലരുണ്ട്. ദിവസത്തിൽ ഒരു ഫോൺ കോൾ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മയാകാം, ആരും കൂട്ടിനില്ലാതെ തന്നെ താൻ കളിച്ച് തളർന്ന് ലാപ്ടോപ്പിൽ തലചായ്ച്ചുറങ്ങുന്ന കുഞ്ഞുമക്കളുണ്ടാകാം. വീടിന് പുറത്ത് ഇതിലും എത്രയോ കാണാപ്പുറങ്ങൾ. സത്യമായും നോമ്പിലെ മൗനങ്ങൾ അശ്രദ്ധയുടെ ഈ കാഴ്ചകളെ ഉള്ളിൽ ഓർത്ത് തെളിച്ചെടുക്കാനുള്ളതാവണം. കാരണം നമ്മുടെ കാമനകൾക്ക് അപ്പുറത്തുള്ള ഇത്തരം ഓർമ്മകളുടെ വെളിച്ചത്തിൽ മാത്രമാണ് പ്രിയരെ പുതിയ കാഴ്ചപ്പാടുകളിലേക്കും പുത്തൻ പരിഗണനകളിലേക്കും നമുക്ക് ഉണരാൻ ആവുന്നത്. നശ്വരതയുടെ മായാ കാഴ്ചകളിൽ നിന്നും അനശ്വര സ്നേഹത്തിന്റെ നിത്യകൂടാരത്തിൽ നമുക്ക് മാറിപ്പാർക്കേണ്ടതുണ്ട്. നമസ്കാരം.